മോളുടെ പേരെന്താ? ലക്ഷ്മിയമ്മ വൈദേഹിയുടെ കൈകൾ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ ചോദിച്ചു. അവൾ തലയുർത്താതെ തന്നെ പതുക്കെ മന്ത്രിച്ചു. വൈദേഹി. അടുത്തുനിന്ന് സിദ്ധാർത്ഥ അവളെ ഒന്ന് ഉറ്റുനോക്കി. വല്ലാത്തൊരു ഐശ്വര്യമുള്ള മുഖം. അവൻ പതിയെ രുദ്രനെ നോക്കി കണ്ണു കാണിച്ചു. നിന്റെ സെലക്ഷൻ കൊള്ളാമല്ലോ എന്ന് സിദ്ധാർത്ഥ പറഞ്ഞു. രുദ്രൻ അഭിമാനത്തോടെ നെഞ്ചു വിരിച്ചു ഇരുന്നു. ഒരേ മണ്ഡപത്തിൽ വെച്ച് തൻ്റെ രണ്ടു മക്കളും ഒന്നിച്ച് വിവാഹിതരാകാൻ പോകുന്നതോർത്ത് ശങ്കരൻ മാഷും ലക്ഷ്മിയമ്മയും പരസ്പരം നോക്കി സന്തോഷം പങ്കുവച്ചു. വൈദേഹിയുടെ അഴക് അത് വേറെ തന്നെയായിരുന്നു. അനഘയെ തന്നെ അതിസുന്ദരി. തോളറ്റം വരെ വീണു കിടക്കുന്ന അവളുടെ ചുരുണ്ട മുടിയും ചിരിക്കുമ്പോൾ വിരിയുന്ന ആ രണ്ട് നുണക്കുഴികളുമാണ് അവളുടെ ഏറ്റവും വലിയ ആകർഷണം. രുദ്രൻ ആ നുണക്കുഴിയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അവൻ്റെ നോട്ടത്തിന് മുന്നിൽ നിൽക്കാൻ വയ്യാതെ പെണ്ണ് ആലില പോലെ വിറച്ചുപോയി. മാധവൻ മാഷോടും അംബികമ്മയോടും യാത്ര പറഞ്ഞ് അവർ ഇറങ്ങുമ്പോൾ കാറിൽ മുഴുവൻ സംസാരം വൈദേഹിയെക്കുറിച്ചാണ്. എൻ്റെ രണ്ടു മരുമക്കളും നല്ല സുന്ദരികളാണ് അല്ലേ മാഷെ? ലക്ഷ്മിയമ്മ ശങ്കരൻ മാഷിനോടായി ചോദിച്ചു. തൻ്റെ മക്കളുടെ ഭാഗ്യത്തെയോർത്ത് ആ മാതാപിതാക്കൾ രണ്ടുപേരും ഒരു നിമിഷം ആലോചിച്ച് പുഞ്ചിരിച്ചു പോയി. കാർ അവരുടെ വീട്ടുമുറ്റത്തേക്ക് വണ്ടിയൊതുക്കി നിർത്തുമ്പോഴേക്കും മനസ്സിൽ ഒരു 100 വട്ടം ആ വിവാഹപ്പന്തൽ അവർ കണ്ടു കഴിഞ്ഞിരുന്നു. പിറ്റേന്ന് വൈദേഹിക്കുള്ള ഡ്രസ്സ് എടുക്കാനുള്ള തിരക്കിലായി. രുദ്രൻ ഡ്യൂട്ടിക്ക് പോവാൻ ഇറങ്ങുമ്പോഴേക്കും തൻ്റെ ഫോൺ ഒരു ചിത്രം എല്ലാവരെയും കാണിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കിന്ന് കുറച്ച് തിരക്കുണ്ട്, ഓഫീസിൽ പോകണം. അതുകൊണ്ട് വൈദേഹിക്കിതാ ഈ പിങ്ക് കളർ കാഞ്ചീപുരം സാരി തന്നെ എടുത്താൽ മതി. അവൾ പഴയ ഓരോ നിറങ്ങളും പറയും. അതൊന്നും നിങ്ങൾ കേൾക്കണ്ട, കേട്ടല്ലോ? ഒരു കൽപ്പന പോലെയാണ് അതവൻ പറഞ്ഞുറപ്പിച്ചത്. അവൻ വണ്ടിയെടുത്തു. വൈദേഹിയും മാധവൻ മാഷും ജയലക്ഷ്മിയുടെ മുന്നിലെത്തുമ്പോൾ സിദ്ധാർത്ഥും അനഘയും അവിടെ അവരെ കാത്തു നിൽക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ അനഘ. സിദ്ധാർത്ഥ് വൈദേഹിക്ക് അനഘയെ പരിചയപ്പെടുത്തി കൊടുത്തു. അനഘ വൈദേഹിയെ നോക്കി മനസ്സിലോർത്തുപോയി. എന്തൊരു ഐശ്വര്യമുള്ള മുഖം. രുദ്രൻ ചേട്ടന് ശരിക്കും ചേരുന്ന ആൾ തന്നെ. അവൾ അറിയാതെ തന്നെ സിദ്ധാർത്ഥിൻ്റെ കാതിൽ മന്ത്രിച്ചു പോയി. അവനത് കേട്ടുന്നു പുഞ്ചിരിച്ചു. തിരിച്ച് വൈദേഹിയും അനഘയെക്കുറിച്ചാണ് ചിന്തിച്ചത്. എപ്പോഴും മുഖത്ത് വിരിയുന്ന ആ തെളിഞ്ഞ ചിരിയും നിതംബം വരെ നീണ്ടുകിടക്കുന്ന ആ കറുത്ത മുടിയും അനഘയെ ഒരു ശരിക്കുള്ള മലയാളി മങ്കയായി മാറ്റുന്നുണ്ടായിരുന്നു. നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടി. വൈദേഹിയുടെ മനസ്സും പറഞ്ഞു. പരസ്പരം ഇഷ്ടപ്പെട്ട ആ രണ്ട് തോഴിമാരും ഒന്നിച്ച് ഷോപ്പിങ്ങിനായി ഉള്ളിലേക്ക് കയറി. അവിടെ അവർക്ക് വേണ്ടി കാത്തിരുന്നത് വർണ്ണങ്ങളുടെ വലിയൊരു ലോകമായിരുന്നു. അരമണിക്കൂറോളമായി വൈദേഹിയുടെ കൈയും കോർത്ത് പിടിച്ച് അനഘ ആ വലിയ ടെക്സ്റ്റൈൽ ഷോപ്പിലെ സാരികൾക്കിടയിൽ പരതാൻ തുടങ്ങിയിട്ട്. മനോഹരമായൊരു പിങ്ക് കാഞ്ചീപുരം സാരിയാണ് അവളുടെ ലക്ഷ്യം. ഓരോന്നായി നിവർത്തിയെടുക്കുമ്പോൾ വൈദേഹിയുടെ കണ്ണുകൾ എവിടെയോ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്നും അവളുടെ ഉള്ളിൽ തട്ടുന്നില്ല, മനസ്സിന് പിടിക്കുന്നില്ല. മനസ്സേതോ മായാ കാഴ്ചകളെല്ലാം തോന്നിപ്പിക്കും വിധം അവൾ ശൂന്യതയിലേക്ക് നോക്കി നിൽക്കുന്നു. പെട്ടെന്നാണ് ഷോപ്പിലെ തിരക്കുകൾക്കിടയിലൂടെ ഒരു സൗണ്ട് കേട്ടത്. തൻ്റെ ഔദ്യോഗിക യൂണിഫോമിൽ ഗാംഭീര്യത്തോടെ നടന്നു വരുന്ന രുദ്രൻ. ജയലക്ഷ്മിയുടെ ഉള്ളിൽ നിന്നും ആ രൂപം വെളിച്ചം പോലെ കടന്നു വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാം കണ്ണുകൾ അവനിൽ ഉടക്കിപ്പോയി. വൈദേഹി പെട്ടെന്നാണ് അവനെ കണ്ടത്. മിഴികൾ കൂട്ടിമുട്ടിയ ആ നിമിഷം തന്നെ അവൾ വെട്ടിച്ചു മാറ്റി. കയ്യിലുണ്ടായിരുന്ന സാരിത്തുമ്പിലേക്ക് അവൾ തൻ്റെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കാൻ പണിപ്പെട്ടു. പക്ഷെ തൊട്ടടുത്ത നിമിഷം അവളുടെ പുറമേനിൽ ഒരു നീൽ വന്ന് പതിച്ചു. വല്ലാത്തൊരു ചൂട് തന്നിലേക്ക് പടരുന്നത് അവൾ അറിഞ്ഞു. അവൻ്റെ സാമീപ്യം അത്രമേൽ അടുത്താണെന്ന് മനസ്സിലാക്കിയതും വൈദേഹിയുടെ നെഞ്ചിടിപ്പ് താളം തെറ്റി. ഒരു പുഴ കുത്തിയൊഴുകുന്ന വേഗത്തിൽ അവളുടെ ഹൃദയം പടപടാമിടിക്കാൻ തുടങ്ങി. നെറ്റിത്തടത്തിലും ചുണ്ടിലും വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. മുഖം ആകെ ചുമന്ന് തുടുത്തിരിക്കുന്നു. വൈദേഹിയുടെ ഈ പതർച്ച കണ്ട് സാരി സെക്ഷനിലെ സ്റ്റാഫുകൾ പരസ്പരം നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്താ, ഇതുവരെ നീ സാരി സെലക്ട് ചെയ്തില്ലേ? അവൻ്റെ ആ ഗാംഭീര്യമുള്ള ശബ്ദം കേട്ടപ്പോൾ അവൾ അറിയാതെ ഒന്ന് ഉമിനീരിറക്കി. എന്തു പറയണമെന്നും അറിയാതെ തപ്പിത്തടഞ്ഞു. ഒടുവിൽ ഒരു മൂളൽ തൻ്റെ മറുപടി ഒതുക്കി. ഇല്ലെന്നേ, ചേച്ചിക്കൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല, അനഘ രുദ്രനോട് പരാതിയോടെ പറഞ്ഞു. ശരി, ഞാൻ സെലക്ട് ചെയ്തു തരാം. ഒരു നിമിഷം പോലും ആലോചിക്കാതെ രുദ്രൻ ആ നിരയിൽ നിന്നും അതിമനോഹരമായ ഒരു പിങ്ക് കാഞ്ചീപുരം സാരി തിരഞ്ഞെടുത്തു. അത് കണ്ടതും അനഘ അവിടെ നിന്നും പതുക്കെ സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക്
മാറി നിന്നു. രുദ്രൻ അനഘയുടെ അടുത്തേക്ക് നീങ്ങി പതിഞ്ഞ സ്വരത്തിൽ അവളോടായി ചോദിച്ചു, നീ എന്തിനാ അവരുടെ ഇടയിൽ നിന്നത്? അനഘ ഒന്ന് കുസൃതിയോടെ ചിരിച്ചു. എന്താ സാറേ, വൈദേഹി ടീച്ചറൊന്ന് നോക്കിയേ. രുദ്രേട്ടനെ കണ്ടതും കൈ വിറക്കുന്നു, കാൽ വിറക്കുന്നു. മുഖം കണ്ടോ, നല്ല അസൽ തക്കാളി പോലെ ചുമന്ന് തുടുത്തിട്ടുണ്ട്. രുദ്രനൊരു പുഞ്ചിരിയോടെ വൈദേഹിയുടെ വിറക്കുന്ന കൈകളിലേക്കും വിയർപ്പിൽ കുതിർന്ന മുഖത്തിലേക്കും നോക്കി. അവൻ നന്നായൊന്ന് പാടുപെടും, അവൻ പതിയെ പറഞ്ഞു. വൈദേഹിയുടെ പരിഭ്രമം ഓരോ നിമിഷം കൂടിക്കൊണ്ടേയിരുന്നു. അവൾ എല്ലാവരെയും ഒന്ന് നോക്കി തല താഴ്ത്തി നിന്നു. ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടെത്തും രുദ്രൻ വൈദേഹിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. അവളുടെ വെളുത്തു തുടുത്ത ചെവിക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്തവൻ മന്ത്രിച്ചു. അത്രക്കും പേടിയാണ് ഈ രുദ്രൻ IPSന് ഈ വൈദേഹി ടീച്ചർക്ക്. ആ തണുത്ത കാറ്റ് കാതിൽ തട്ടിയതും വൈദേഹി ഒന്ന് കോരിത്തരിച്ചു. അവൾ മുഖമുയർത്തി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ആ നോട്ടത്തിൽ പരിഭവം പ്രണയവും ഒരുപോലെ കലർന്നിരുന്നു. അവളുടെ ഓരോ ഭാവങ്ങളും ഒരു കൗതുകത്തോടെ ആസ്വദിച്ചുകൊണ്ട് രുദ്രൻ അവിടെ തന്നെ നിന്നു. അവിടെ രുദ്രനും വൈദേഹിയും തമ്മിലുള്ള പ്രണയം നടക്കുമ്പോൾ മറ്റൊരു വശത്ത് സിദ്ധാർത്ഥ് തൻ്റെ ലോകത്താണ്. വസ്ത്രങ്ങളുടെ വലിയ ശേഖരത്തിനിടയിൽ നിന്നും അവൻ തിരഞ്ഞെടുത്തത് തികച്ചും സ്വകാര്യമായ നിമിഷങ്ങളിൽ മാത്രം അണിയേണ്ടുന്ന ഒന്നായിരുന്നു. രതിയുടെ ആഴങ്ങളിൽ ഇരുവരും മാത്രമാകുന്ന വേളങ്ങളിൽ അവൾക്ക് ചേരുന്ന വസ്ത്രം. അവൻ അത് കയ്യിലെടുത്ത് അനഘയുടെ നേർക്ക് തിരിഞ്ഞു. ഇത് നോക്കിയേ, ഇതിൻ്റെ സൈസ് അല്പം കൂടുതലാണെന്ന് തോന്നുന്നു. ഇതിലും ഒരു സൈസ് കുറഞ്ഞതാവും നിനക്ക് പാകം. യാതൊരു സങ്കോചവും കൂടാതെ അവൻ അത് ചോദിച്ചതും അനഘ അന്തം വിട്ടുപോയി. ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ അവൾ തരിച്ചു നിന്നു. ചുറ്റും ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന ഭയത്താൽ അവൾ കണ്ണുകൾ പായിച്ചു. ഭാഗ്യം ശങ്കരൻ മാഷും മാധവൻ നായരും വരാനിരിക്കുന്ന ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ മുഴുകിയിരിക്കുകയാണ്. അവരുടെ സംസാരം അത്രമേൽ കാര്യമായാണ് നടക്കുന്നതും. അപ്പുറത്ത് ലക്ഷ്മിയമ്മയും അംബികാമ്മയും തമ്മിൽ കുടുംബകാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ആരും തങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പായതും അവൾക്കല്പം ആശ്വാസം തോന്നി. എങ്കിലും സിദ്ധാർത്ഥിൻ്റെ തുറന്നുള്ള സംസാരം അവളെ വല്ലാതെ പൊള്ളിച്ചു. മനുഷ്യ, നിങ്ങൾക്കിതല്ലാതെ വേറെ പണിയൊന്നുമില്ലേ എന്ന ഭാവമായിരുന്നു അവളുടെ കണ്ണുകളിൽ. എന്താടി ഇങ്ങനെ നോക്കുന്നത് നീ? ഞാൻ നമുക്ക് വേണ്ട കാര്യമില്ല ചോദിച്ചത്. സിദ്ധാർത്ഥ് ഒരു കുസൃതി ചിരിയോടെ അവളുടെ കാതിനടുത്ത് വന്നു പറഞ്ഞു. മിണ്ടാതിരിക്ക് സിദ്ധു, ആരെങ്കിലും കേട്ട നാണക്കേടാ. അവിടെ വായനാശാലയിലെ കാര്യവും പറഞ്ഞ് മാഷും മാധവ മാഷും ഇരിപ്പുണ്ട്. അവർ കണ്ടാൽ പിന്നെ പറയണോ? നിങ്ങൾ ആ വസ്ത്രമൊന്ന് അവിടെ വെക്ക്. അവൾ പല്ലു കടിച്ചുകൊണ്ട് ശബ്ദത്തിൽ താഴ്ത്തി പറഞ്ഞു. അവളുടെ പരിഭ്രമം കാണും തോറും സിദ്ധാർത്ഥിന് വാശി കൂടുകയായിരുന്നു. അവൻ ആ വസ്ത്രം ഒന്നുകൂടി ഉയർത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു. അവരൊക്കെ അവിടെ വിശേഷം പറഞ്ഞിരുന്നോട്ടെ. ഇതിൻ്റെ കളർ നിനക്ക് നന്നായി ചേരും. പക്ഷേ സൈസ് അത് മാത്രമൊന്ന് ഉറപ്പിക്കണം. അവൻ്റെ ആ നിർബന്ധത്തിന് മുന്നിൽ തോറ്റുപോകുമെന്ന് ഉറപ്പായപ്പോൾ അനഘ മുഖം വെട്ടിച്ച് പുറത്തേക്ക് നടന്നു. എങ്കിലും അവളുടെ ഉള്ളിൽ കുളിർമ പടരുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ ആ കുസൃതിയും കരുത്തലുമാണ് അവളെ അവനിലേക്ക് കൂടുതൽ അടുപ്പിച്ചതും.